In today's class, I am going to discuss an interesting phenomenon in quantum mechanics known as Zeeman effect. It was discovered by Peter Zeeman, a Dutch physicist, in 1896, and he shared Nobel Prize in 1902 along with Lorentz for this discovery. I'll tell you an example. We know sunspots. Sunspots are the relatively cooler region on the surface of sun. നമുക്ക് സൺസ്പോട്ട് സൺസെറ്റിൻ്റെ സമയത്തൊക്കെ നേക്കഡായിക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഇപ്പോൾ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സൺസ്പോട്ട്, അതിൻ്റെ ടിപ്പിക്കൽ സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഓഫ് ദ ഓർഡർ ഓഫ് ദി സൈസ് ഓഫ് എർത്തിനേക്കാൾ വലിയ അത്രയും സൈസുള്ള സൺസ്പോട്ടുകൾ വരെ കാണാം. പല സമയത്ത് പല രീതികളിലാണ് ഇത് കാണുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫിനോമിനാണ്. 11 ഇയേഴ്സിൽ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സൺസ്പോട്ട് സൈക്കിള് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ, വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നേ ഉള്ളൂ. സോ സൺസ്പോട്ട് റിലേറ്റീവ്ലി കൂളർ റീജിയനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഈ ടെമ്പറേച്ചർ കുറയുന്നത്, അത് ഡാർക്കായിട്ട് കമ്പാരിറ്റീവ്ലി ഡാർക്കായിട്ട് കാണപ്പെടുന്നതെന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് ദേ ആർ ദ സോഴ്സസ് ഓഫ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സ്. മാഗ്നറ്റിക് ആക്ടിവിറ്റി കൊണ്ടാണ് ഈ എനർജി ഫ്ലോ കോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഫ്ലോ സർഫസിലെത്താതെ അത് ബ്ലോക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക്കലി ട്രാപ്ഡ് ആയതുകൊണ്ടാണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. So the question is, how can we measure the magnetic field of sun? One astronomical unit away from us, അത്രയും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക? നമുക്ക് സാധാരണ കോമ്പസ് ബോക്സോ അങ്ങനെയൊന്നും വെച്ചിട്ട് അതിലും കൂടുതലാണ് നമ്മുടെ എർത്തിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇത്രയും ഡിസ്റ്റൻസിലുള്ള സണ്ണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ ഒരുപാട് മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണ് എർത്തിൻ്റെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരിക്കലും നമുക്ക് കോമ്പസ് ബോക്സ് ഒന്നും വെച്ച് അതിനെക്കുറിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പോൾസും എവിടെയൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസിങ് ദിസ് ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന നോൺ ആസ് Zeeman effect. So actually Zeeman effect is the splitting of spectral lines. It is the splitting of spectral lines in the presence of magnetic field. ആ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന സോഴ്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ അതിൽ ഐഡിയലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ലൈൻ corresponding to the intensity of the magnetic field, it split. ഇപ്പോൾ ഇവിടെ കാണിച്ചിരുന്ന സൺസ്പോട്ടിൻ്റെ ഒരു ഏരിയയാണ്. അവിടുത്തെ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ സ്പെക്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാം സണ്ണിൻ്റെ സ്പെക്ട്രം നമുക്ക് ഓൾമോസ്റ്റ് ഫെമിലിയർ ആണ്. കാരണം ഹൈഡ്രജനാണ് അതിൽ കൂടുതൽ, ഹൈഡ്രജൻ സ്പെക്ട്രം ആയിരിക്കും കൂടുതൽ, ഹൈഡ്രജൻ ഹീലിയം ഒക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് നോക്കിക്കഴിയുമ്പോൾ ചില ലൈൻസ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദേ ആർ സ്പ്ലിറ്റ് ഇൻ ടു 2 or 3. സ്പെക്ട്രൽ ലൈൻസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് എത്രമാത്രം സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു, എത്രമാത്രം സ്പെക്ട്രൽ ബ്രോഡനിങ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദിസ് Zeeman effect. ലെറ്റ് us ഡിസ്കസ് ദി തിയറി ഓഫ് ദിസ് Zeeman effect. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള തിയറിയാണ്. നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഡൈപോൾസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്കിൻ്റെ ആ ഒരു തിയറിയാണ്. അതിൽ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ്. So consider a magnetic dipole mu in an external magnetic field. ഗ്രീൻ ലൈനിൽ പാരലായിട്ട് കാണിച്ചിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അവിടെ ഒരു മാഗ്നറ്റിക് ഡൈപോൾ മീൻസ് ഒരു ബാർ മാഗ്നറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആറ്റം ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ടൈനി മാഗ്നറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ആ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഡയറക്ഷനാണ് റെഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ആൻഡ് ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദി അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. സോ വി ഹാവ് ദി എക്സ്പ്രഷൻ ഫോർ ദി ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ. ടോ ഈസ് ഈക്വൽ ടു vector tau is equal to mu cross b, so that is equal to mu b sin theta. Theta is the angle between dipole moment mu and magnetic dipole mu and applied field b, and we know tau is maximum when theta is equal to 90 degree. ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് മാക്സിമം ടോർക്ക് വരുന്നത്, and it is 0 when it is parallel or anti-parallel. Okay. Now to calculate the potential energy, അപ്പോൾ ഈ ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു ഫോഴ്സ്, അതിനൊരു എനർജി, അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി അതിനുണ്ടാവും. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി. ടു കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഡൈപോൾ വിൽ ചൂസ് എ റെഫറൻസ് കോൺഫിഗറേഷൻ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എപ്പോഴും നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിനൊരു റെഫറൻസ് പോയിന്റ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ 1.5 വോൾട്ട് ആണെന്ന് പറയുമ്പോൾ നെഗറ്റീവ് അതിൻ്റെ ഗ്രൗണ്ട് 0 ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു നെഗറ്റീവ് അതിൻ്റെ പോസിറ്റീവ് പാർട്ടിന് 1.5 വോൾട്ട് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നമുക്ക് ഡിഫറൻസിനെ കുറിച്ചേ ബോധർ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ നമ്മളൊരു റെഫറൻസ് കോൺഫിഗറേഷൻ എടുക്കുകയാണ്. 0 θ 0 is equal to π/2 equal to 90 degree. 90 ഡിഗ്രി ആയിരിക്കുമോ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ UM equal to 0, പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്.
ഇനി വേറൊരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ ആണെങ്കിൽ 90 ഡിഗ്രി അല്ലാതെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു കോൺഫിഗറേഷൻ ആണെങ്കിൽ വി ക്യാൻ ഡിഫൈൻ ദ പൊട്ടൻഷ്യൽ എനർജി ആസ് ദി വർക്ക് ഡൺ. ഇതാണ് റെഫറൻസ് π/2 ആയിട്ട് വരുന്നത്, തീറ്റ സീറോ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ റെഫറൻസിൽ നിന്ന് വേറൊരു ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ടേക്ക് ദിസ് ഓറിയൻറ്റേഷൻ. തീറ്റ ഈസ് ഈക്വൽ ടു π/2 നിന്ന് ഈ ഒരു പർട്ടിക്കുലർ തീറ്റയിലേക്ക് കൊണ്ടുവരേണ്ട വർക്കാണ്. So we have the expression for work done. Um is equal to integral reference point π/2 ആണ്. π/2 നിന്ന് തീറ്റയിലേക്ക് വരേണ്ടത് ടോ ഡി ടോ. വർക്ക് ഡൺ ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ റൊട്ടേഷനാണ് വരുന്നത്. സോ റൊട്ടേഷണൽ ഫോഴ്സിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് ടോർക്കാണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് ഡി എക്സിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ടോ ഡി തീറ്റ. സോ വി ഹാവ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ബി സൈൻ തീറ്റ ഡി തീറ്റ. So integral sin theta is minus cos theta between the limit theta to π/2. So limit apply ആണെങ്കിൽ π/2 cos π/2 0 ആണ്. So it is minus mu b cos theta. So that is the potential energy. നമ്മൾ π/2 റെഫറൻസ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. And we can see when mu is parallel to b, രണ്ടും പാരലൽ ആണെങ്കിൽ um is equal to minus cos 0. So um is equal to minus mu b. It is the minimum value വരുന്നത്. ബാക്കി ഏത് കോൺഫിഗറേഷനിൽ വരുവാണെങ്കിലും അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, നൗ consider an electron in hydrogen atom that we know an electron orbiting around nucleus in a hydrogen atom possesses a magnetic moment. So the magnetic moment of a current loop is given by ഒരു ഐ കറണ്ട്, ഒരു സർക്കുലർ ഏരിയ വരുന്ന ഒരു സർക്കുലർ ഷേപ്പ് ഇതിൽ ഒരു ലൂപ്പിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ വി നോ ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് മ്യൂ ഇസ് ഈക്വൽ ടു കറണ്ട് ടൈംസ് ഏരിയ ഓഫ് ദി ലൂപ്പ്. ഇനി നമ്മൾ ഇലക്ട്രോണിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇതൊരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഇലക്ട്രോൺ ഹൈഡ്രജൻ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഇറ്റ് മേക്സ് f revolutions per second. അതിൻ്റെ ഫ്രീക്വൻസി ഓഫ് റൊട്ടേഷൻ f ആണെന്ന് വിചാരിക്കുക, ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് r. സോ അതിന് ഈക്വാലൻ്റ് ആയിട്ടുള്ള കറണ്ട്, ഒരു ഇലക്ട്രോൺ ആണ് ഇവിടെ റിവോൾവ് ചെയ്യുന്നില്ല, അതിന് ഈക്വാലൻ്റ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ എഫ് ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? വി നോ ഐ ഇസ് ഈക്വൽ ടു ചാർജ് ഫ്ലോ, ഇറ്റ് ഈസ് ഡി ക്യൂ ബൈ ഡി ടി, ഓർ ചാർജ് പെർ ടൈം ആണ് കറണ്ട് എന്ന് പറയുന്നത്. സോ 1/t എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് എടുക്കാം. ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന ടൈം ടി, അതിൻ്റെ പീരീഡ് ആണെങ്കിൽ 1/t എഫ് ആണ്. ഇനി ചാർജ് എന്താണ്? ഇവിടെ ഇലക്ട്രോൺ ആണ്. സോ മൈനസ് ഇ എഫ്. So therefore its magnetic moment, general expression IA. Here current is minus EF. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് ഇതാണ്. Now we introduce the concept of angular momentum also. We know angular momentum, L classically it is given by mvr, where v is equal to the speed, it is speed, where speed is equal to x by t. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ r റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 2πr ആണ്, ഡിവൈഡഡ് ബൈ ടി. 1/t എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എടുക്കുന്ന ടൈം ടി ആണ്. സോ 1/t ഈസ് ഫ്രീക്വൻസി. സോ അതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2πrf. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് 2πmf(r²), ഓർ വി ക്യാൻ റൈറ്റ് πr² f is equal to L/2m. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ഇക്വേഷൻ 2-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇവിടെ πr²f എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അതിന് നമുക്ക് റിപ്ലേസ് ചെയ്യാം വിത്ത് L ഡിവൈഡഡ് ബൈ 2m. ആംഗുലർ മൊമെൻറ്റത്തിന് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. സോ വിൽ ഗെറ്റ് mu is equal to minus e by 2m. f πr² ന് പകരം e by 2m times L. So that is equation 4. So you can see magnetic moment is minus L, opposite to the angular momentum. നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച്. സോ ദിസ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലെൻസസ് ലോ അല്ലേ? ലെൻസസ് ലോ പറയുന്നത് ഈ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത് അപ്ലൈഡ് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൽ കറണ്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് മൈനസ് എൽ ഡയറക്ഷനിൽ വരുന്നത്. അതായത് നമ്മളൊരു അപ്ലൈ ചെയ്യുന്ന ഫീൽഡിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന രീതിയിലായിരിക്കണം, ഈ ഓറിയൻറ്റേഷൻ ആയിരിക്കണം ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് വരുന്നത്. അങ്ങനെ വരണമെങ്കിൽ ആംഗുലർ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനായി. And this factor minus e by 2m is called gyromagnetic ratio. ചാർജ് ടു മാസ് റേഷ്യോനെയാണ് നമ്മൾ ഗൈറോമാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്.
സോ ഈ ഒരു കാൽക്കുലേഷൻസ് ഇത്രയും നേരത്തെ നമ്മുടെ കാൽക്കുലേഷൻസ് വന്ന എല്ലാം ക്ലാസിക്കൽ ആർഗ്യുമെൻ്റ് ആണ്. ആംഗുലർ മൊമെൻറ്റം, ടോർക്ക്, ഇതെല്ലാം ക്ലാസിക്കൽ ആർഗ്യുമെൻ്റ് ആണ്. ഈവൻ ഈ ക്വാണ്ടം മെക്കാനിക്സ് തിയറി ഉപയോഗിച്ച് നമ്മൾ ഡിറൈവ് ചെയ്താലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈസിനെസ്സിന് വേണ്ടി ക്ലാസിക്കൽ ഐഡിയ ഉപയോഗിച്ച് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയെന്ന് മാത്രം. μ is equal to -E/2mL. So the magnetic potential energy of an atom in a magnetic field. നമ്മൾ ഒരു മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഒരു ഡൈപോൾ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു -μB cos θ. ഇനി ഡൈപോളിനെ മാറ്റി നമ്മളിപ്പോൾ എന്താ കണ്ടുപോരുന്നത്, ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഒരു ഡൈപോളാണ് ആക്ട് ചെയ്യുന്നത്, ഡൈപോളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് അതിനുള്ള എക്സ്പ്രഷനാണ് E-E/2m +E/2m Lv cos θ. ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ആറ്റം എൽ ആംഗുലർ മൂവ്മെൻറ്റിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റം ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സ്പ്രഷനാണ് ഇവിടെ നമുക്ക് ഇക്വേഷൻ 5 കിട്ടിയിരിക്കുന്നത്. ഇനിയാണ് ഇവിടെ നമ്മൾ ക്വാണ്ടൈസേഷൻ്റെ ഐഡിയ കൊണ്ടുവരാൻ പോകുന്നത്. സ്പേസ് ക്വാണ്ടൈസേഷൻ എന്നുള്ള അറിയ. എന്തായിരുന്നു സ്പേസ് ക്വാണ്ടൈസേഷൻ? സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ എൽ ആംഗുലർ മൂവ്മെൻറ്റ് ഒരു ഡൈപോൾ ഈ ഒരു ഓറിയൻറ്റേഷനിൽ ഓറിയൻറ്റേഷനിലാണ് നിൽക്കണേ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെയാണ് റിവോൾവ് ചെയ്യുമെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ ഇതാണ് എൽ. അങ്ങനെ ഒരു ക്വാണ്ടം നമ്പർ എൽ ഉണ്ടെങ്കിൽ അതിന് എടുക്കാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ ഈ ആംഗുലർ മൂവ്മെൻറ്റിന് എടുക്കാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇസഡ് ആക്സിസിലുള്ള പ്രൊജക്ഷൻ മസ്റ്റ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ML h കട്ട്. MLൻ്റെ വാല്യൂ എത്രയാണ്? ML ക്യാൻ ബി 0, ML equal to 0, ±1, എക്സെട്ര ±L വരെയുള്ള വാല്യൂസാണ് അതിന് എടുക്കാൻ പറ്റുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ആംഗുലർ മൂവ്മെൻറ്റം L എങ്കിൽ L നമുക്ക് ക്വാണ്ടം നമ്പർ L ആണെങ്കിൽ ക്യാപ്സ് L ആംഗുലർ മൂവ്മെൻറ്റ് ഈസ് ഗിവൺ ബൈ √L × L+1 h കട്ട്. അപ്പോൾ അതാണ് ഈ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി അതിന് പോസിബിൾ ആയിട്ടുള്ള ഓറിയൻറ്റേഷൻ എന്താണ്? അതിൻ്റെ ഫോർ എക്സാമ്പിൾ L equal to 1 ആണെങ്കിൽ അതിനെടുക്കാവുന്ന ഒരു ഓറിയൻറ്റേഷൻ ഇതാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ML equal to 0 ആണ് കിട്ടുക. ഇനി അടുത്തൊരു ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓറിയൻറ്റേഷനാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h കട്ടായിട്ട് വരുന്നത്. അതായത് 1 h കട്ട്, ഇവിടെ +1 h കട്ട് വരുന്ന ഒരു ഓറിയൻറ്റേഷൻ. ഇനി അടുത്തൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓറിയൻറ്റേഷനാണ്. ഈ ഒരു ഓറിയൻറ്റേഷൻ വരുമ്പോൾ ഇവിടെ നമുക്ക് -h കട്ട്, -1 h കട്ട് കിട്ടും. ഇതിനെയാണ് നമ്മൾ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 പോസിബിൾ ഓറിയൻറ്റേഷനാണ് ഈ സ്മോൾ L equal to 1 പറ്റുള്ളൂ, അല്ലെങ്കിൽ 2L+1 ഓറിയൻറ്റേഷൻ ജനറലി. അല്ലെങ്കിൽ L equal to 2 ആണെങ്കിൽ നമുക്കറിയാം 5 ഓറിയൻറ്റേഷൻസ് നമുക്ക് പറ്റും, കറസ്പോണ്ടിങ് ടു 0, ±1, ±2. ഇവിടുത്തെ ഈ കോസ് ടേം ഇക്വേഷൻ 5 നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കൊസൈൻ ടേമിനെയാണ് ഞാനിവിടെ മാറ്റി എഴുതാൻ പോകുന്നത്. From this we can find theta is the angle between applied magnetic field and the dipole moment. ഇവിടെ ഈ തീറ്റ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇവിടെ ഇസഡ് ഡയറക്ഷനിലാണെന്ന് അസ്യൂം ചെയ്തിരിക്കുന്നത്. So we know cos theta is equal to adjacent side by hypotenuse. What is adjacent side? ഇതാണ് adjacent side. So adjacent side ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ML h cut. So ML h cut divided by hypotenuse. Hypotenuse എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെ ലെങ്ത് ആണ്. That is √L × L+1 h cut. So h cut ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്ത് പോകും. വിൽ ഗെറ്റ് cos theta is equal to ML divided by L, L+1. അപ്പോൾ ക്വാണ്ടം ഐഡിയ നമ്മളിവിടെ കൊണ്ടുവരികയാണ്. ഈ cos theta ഈ സ്പേസ് ക്വാണ്ടൈസേഷൻ്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ cos theta റിപ്ലേസ് ചെയ്താൽ അപ്പോൾ എന്ത് കിട്ടും? So the potential energy is given by UM is equal to E/2m LB cos theta. ഇവിടുത്തെ cos thetaയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. രണ്ടിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എല്ലിനും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, എൽ എന്ന് പറയുന്ന ടേമിനും കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാട്ട് ഈസ് എൽ? √L × L+1 h കട്ട്. ആൻഡ് കോസ് തീറ്റ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ML divided by √L × L+1. സോ L × L+1 ഓൺ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ക്യാൻസൽസ്. വിൽ ഗെറ്റ് ബാക്കി വരുന്ന ടൈമുകളൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നത് ML E h കട്ട് divided by 2mP. And let me call this quantity as μB. So this become ML μB B. That is equation 6. This quantity μB is called Bohr magneton. Electron Bohr magneton ആണ്. E is electronic charge. We know h cut Planck's constant divided by 2pi 2m mass of the electron. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് കോൺസ്റ്റൻസ് ആണ്, നമുക്കറിയാം. Its value is 9.27 × 10⁻24 joule per T stands for temperature. This is Bohr magneton. So the important thing is UM is equal to ML μB B. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. B അപ്ലൈഡ് ഫീൽഡ് ആണ്.
പിന്നെ എന്താണ് എനർജിയെ തീരുമാനിക്കുന്ന കാര്യം? എം എൽ ആണ്. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് എം എൽ? എം എൽ ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു 0 +or-1 +or-2 അപ് ടു +or-L. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജിയും ക്വാണ്ടൈസ്ഡ് ആവുകയാണ്. സ്പേസ് ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ വഴി എം എല്ലിന് ഇത് ഇത്രയും വാല്യൂസ് ആണ് എടുക്കാൻ പറ്റുന്നത് ക്വാണ്ടം നമ്പറിന്. അതുകൊണ്ട് ഈ ക്വാണ്ടം നമ്പറും ഈ എനർജിയും ക്വാണ്ടൈസ് ആവുകയാണ്, പൊട്ടൻഷ്യൽ എനർജിയും ക്വാണ്ടൈസ് ആവുകയാണ്. സോ ലെറ്റ് us see what are the consequences. Equation 6 shows that in the presence of an applied field, the energy of a particular atomic state depends on ml. So ml can have, ml can have 2l plus 1 values. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് എനർജി ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അത്രയും എനർജി ലെവൽസ്, പൊട്ടൻഷ്യൽ എനർജി ഓരോന്നിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പല ഓറിയൻറ്റേഷൻ അനുസരിച്ച് പല എനർജി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2l plus 1 സബ്സ്റ്റേറ്റ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് 2l plus 1 സബ്സ്റ്റേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ആൻഡ് യു ക്യാൻ സി ദിസ് ഈസ് ദ എക്സ്പ്രഷൻ um is equal to ml mu b b. ഇവിടെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ എനർജി തന്നെ 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആ എനർജി ലെവൽ ആ എനർജി ലെവൽ ഏത് ഓറിയൻറ്റേഷൻ ആയാലും അത് മാത്രമാണ് ഉണ്ടാകുന്നത്. ഒറ്റ എനർജി ലെവലേ ഉള്ളൂ. അപ്പോൾ അതാണ് ബോർ ആറ്റം മോഡൽ നമുക്ക് കിട്ടുന്നത്, സ്പ്ലിറ്റ് ചെയ്യാത്ത എനർജി ലെവൽ. അപ്ലൈഡ് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഏത് ഓറിയൻറ്റേഷൻ ആയാലും പൊട്ടൻഷ്യൽ എനർജി എല്ലാത്തിനും 0 ആണ്. അപ്പോൾ വേറൊരു എനർജി കോൺട്രിബ്യൂഷൻ വരുന്നില്ല. നമുക്കൊരു പെർട്ടിക്കുലർ എനർജി സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പല ഓറിയൻറ്റേഷൻസ് പോസിബിൾ ആണ്, സ്പേസ് ക്വാണ്ടൈസേഷൻ പോസിബിൾ ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി മാറ്റങ്ങൾ വരും. ഇതാണ് ഈ എനർജി ലെവലിൻ്റെ സ്പ്ലിറ്റിംഗ് കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് L equal to 1 ആണെങ്കിൽ എം എല്ലിന് ഏതൊക്കെ വാല്യൂസാണ് എടുക്കുക? എം എൽ ക്യാൻ ടേക്ക് വാല്യൂസ് 0 +1 ആൻഡ് -1. അപ്പോൾ ഇതിനനുസരിച്ച് ഈ L equal to 1 ബോർ ആറ്റം മോഡൽ അനുസരിച്ച് നമുക്ക് ഒരു എനർജി ലെവലേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ സ്പേസ് ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് എനർജിയാണ് വരുന്നത്. എം എൽ ഈക്വൽ ടു 0, ഒരു പോസിബിലിറ്റി എം എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൻ്റെ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി എം എൽ ഈക്വൽ ടു 0 ആണെങ്കിൽ um 0 ആണ്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യാത്ത അതേ ലെവൽ തന്നെ, പ്രത്യേകിച്ച് എനർജി ലെവലൊന്നും വരുന്നില്ല. ഇനി എം എൽ ഈക്വൽ ടു +1 ആണെങ്കിലോ, +1 ആണെങ്കിൽ +1 mu b b എന്ന് വരും. അപ്പോൾ ഒരു പ്ലസ് എനർജിയാണ് വരുന്നത്. ഓൾറെഡി ഉള്ള എനർജിയേക്കാൾ ഒരു പ്ലസ് എനർജിയാണ് വരുന്നത്. ഇനി -1 ആണെങ്കിൽ മൈനസ് mu b b ആണ് വരുന്നത്. എക്സിസ്റ്റിംഗ് എനർജി ലെവലിൽ നിന്ന് കുറഞ്ഞൊരു എനർജിയാണ് വരുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എം എൽ +1 ആണെങ്കിൽ +mu b b പൊട്ടൻഷ്യൽ എനർജി ഇതിന് കൂടും. അതാണ് ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ലൈൻ എനർജി ലെവൽ. താഴെയാണെങ്കിൽ ഈ ഒരു എനർജി ലെവലാണ്. അപ്പോൾ ഒരു എനർജി ലെവൽ, ഐഡിയലി മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ ഒരു എനർജി ലെവലാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോൾ L equal to 1 സ്റ്റേറ്റ് ആണെങ്കിൽ അത് 3 സബ് സ്റ്റേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇനി L equal to 2 ആണെങ്കിലോ, L equal to 2 ആണെങ്കിൽ നമുക്ക് ഇത്രയും വാല്യൂസ് എം എല്ലിന് പോസിബിൾ ആണ്. ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് എം എൽ equal to 0 ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ലൈൻ. എം എൽ equal to 1 വരാണെങ്കിൽ mu b b എനർജി കൂടും. എം എൽ equal to 2 ആണെങ്കിൽ 2 mu b b എനർജി വരും. ഇപ്പോൾ ഈ ഓരോ എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഈ എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ എനർജി എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് mu b b. ബോർ മാഗ്നറ്റോൺ ബി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്ത് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് L equal to 2 നിന്ന് L equal to 1 ലേക്ക് ട്രാൻസിഷൻ അലൗഡ് ആണ്. സെലക്ഷൻ റൂൾ നമുക്കറിയാം, ഡെൽറ്റ L is equal to +or-1 ആണ്. അപ്പോൾ ഈ L equal to 2 നിന്ന് ഇവിടേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ എന്ത് പറ്റും? ഇത് തമ്മിലുള്ള എനർജി ഡിഫറൻസ്, എനർജിക്ക് കറസ്പോണ്ടിങ്ങുള്ള ഫ്രീക്വൻസി h0 ആണെങ്കിൽ നമുക്ക് ഒറ്റ ലൈനേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് എടുക്കുമ്പോൾ ഒരു സിംഗിൾ ലൈനായിട്ടായിരിക്കും ഇവിടെ കിട്ടുന്നത്. അതാണ് ബോർ ആറ്റം മോഡലിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്, എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ട്രാൻസിഷൻ ഉണ്ടാവും. ഇനി ഏതൊക്കെ ട്രാൻസിഷൻസ് ആണല്ലോ ഇവിടെ ഉള്ളത്? അവിടെയും നമുക്ക് സെലക്ഷൻ റൂൾ ഉണ്ട്. ഡെൽറ്റ എം എൽ ഈക്വൽ ടു +or-1 എന്നുള്ള സെലക്ഷൻ റൂളുണ്ട്. 0, +or-1 സീറോയും അലൗഡാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ L equal to 2ൻ്റെ എം എൽ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഇവിടേക്കൊരു ട്രാൻസിഷൻ അലൗഡാണ്. ഈ കേസിൽ എന്താണ് വരിക? എം എൽ ഈക്വൽ ടു +1 ആണ് വരിക, അല്ലേ? ഇവിടെ എം എൽ ഈക്വൽ ടു 0 ആണ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എം എൽ ഈക്വൽ ടു 1 ആണ്. ഓക്കെ,
അപ്പോൾ വണ്ണിലേക്ക് ഒരു ട്രാൻസിഷൻ പോസിബിളാണ്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ML = -1 നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇവിടേക്കൊരു വാല്യൂ വരും. അവിടെയും +1 ആണ് വരുന്നത്. ഇവിടെ -1 ആണ് ഈ ട്രാൻസിഷൻ, ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ML = -1 നിന്ന് ML = 0 എന്നാണ്. അവിടെയും +1 ആണ് ML വച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് പറ്റും. ഇനി ഇത് പോസിബിൾ ആണോ? ഈ ഒരു ട്രാൻസിഷൻ പോസിബിൾ ആണോ? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രാൻസിഷൻ അത് പോസിബിൾ അല്ല. കാരണം ഇവിടെ സ്റ്റേറ്റ് M = 2 ആണ്, ഇവിടെ -1 ആണ്. ഇതിൻ്റെ രണ്ട് ഡിഫറൻസ് എത്താൻ +3 ആണ് വരിക. അപ്പോൾ അത് അലൗഡ് അല്ല. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ട്രാൻസിഷൻ, ഫോർ എക്സാമ്പിൾ ഈ ട്രാൻസിഷൻ എന്താണ്? ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ML = 0 നിന്ന് ML = 0 നിന്ന് ഈ ML = 0 നിന്ന് ഈ L = 1 ML = 0 വന്നിരിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ML എന്താണ്? ML ഒരു ചേഞ്ചും വന്നിട്ടുള്ള 0 ആണ്. രണ്ടിൻ്റെയും ML = 0. അതുപോലെ ഇവിടുത്തെ ML = 1 നിന്ന് ഈ ML = 1 നിന്ന് ഇവിടുത്തെ ML = 1 വന്നിരിക്കുന്നു. അവിടെയും ഡെൽറ്റ ML 0 ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു സെറ്റ് ഓഫ് ലൈൻസ് കിട്ടും. അതുപോലെ ഡെൽറ്റ ML = -1 ആയിട്ട് ഒരു സെറ്റ് ഓഫ് ലൈൻസ് കിട്ടും. അപ്പോൾ ഈ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഈക്വാലൻറ്റ് ടു ദിസ് എനർജി ലെവൽ. ഇതേ എനർജി ലെവലാണ് കിട്ടുന്നത്. അപ്പോൾ ആ ലൈൻ എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടിയ അതേ ലൈനായിരിക്കും കിട്ടുന്നത്. ν0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ν0 എന്ന് പറയുന്ന ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. അതേസമയം ഈ ലൈൻസ് ആണെങ്കിലോ ഇവിടെ ML = 0 നിന്ന് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇത്രയും എനർജി കൂടുതലാണ് വരുന്നത്. ν0-നേക്കാൾ ഇത്രയും എനർജി കൂടുതലാണ് വരുന്നത്. ഈ എനർജി എത്രയാണ്? ഓരോ എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് μB ആണ്. അപ്പോൾ അത്രയും എനർജി കൂടുതലാണ്. So we will get ν0 minus E μB. This is plus. ഈ എനർജി ലെവൽ കൂടുതലാണ്. ഈ എനർജി ലെവൽ കൂടുതലാണെങ്കിൽ അത്ര എനർജി കൂടുതലാണ്. ആ ലൈനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ν0 = ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഇവിടെ വരുന്നത്. ν0 + EB / 4πr. ദെൻ ഈ എനർജി ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലൈനാണ് ഇത്. ഓക്കെ. അപ്പോൾ ഈ സെലക്ഷൻ റൂൾ അനുസരിച്ച് അലൗഡ് ട്രാൻസിഷൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ലൈൻ യു വിൽ ഗെറ്റ് 3 lines split into 3. So this is called the normal Zeeman effect. Splitting of a single line into 3 lines is called normal Zeeman effect. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. സ്പേസ് ക്വാണ്ടൈസേഷൻ ഉള്ളത് കൊണ്ട് മാഗ്നറ്റിക് ഡൈപോൾസിന് ഒരു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ എടുക്കാവുന്ന ഓറിയൻറ്റേഷൻസ് അത് ക്വാണ്ടൈസ്ഡ് ആണ്. L = 1 ആണെങ്കിൽ 3 പോസിബിൾ ഓറിയൻറ്റേഷനാണ് പറ്റുക. അങ്ങനെ 3 പോസിബിൾ ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ 3 പോസിബിൾ എനർജി ലെവൽസ് അവിടെ വരും. കാരണം ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി വരുന്നത് കൊണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലായിരുന്നെങ്കിൽ ഒരു സിംഗിൾ ലൈനായിട്ട് നിന്നായിരുന്നു, സിംഗിൾ എനർജി ലെവലായിരുന്നത് അത് 3 സബ് ലെവലായിട്ട് മാറുകയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ. അതുപോലെ തന്നെ L = 2 ആണെങ്കിൽ 5 മാഗ്നറ്റിക് ഫീൽഡ് വരും. ഇനി ഈ സെലക്ഷൻ റൂൾ അനുസരിച്ചുള്ള ഡെൽറ്റ ML = 0 or +or-1 അനുസരിച്ചുള്ള ട്രാൻസിഷൻസ് അലൗഡ് ആണ്. അപ്പം അങ്ങനത്തെ ട്രാൻസിഷൻ നോക്കുമ്പോൾ ഈ എക്സാമ്പിൾ ആണെങ്കിൽ 3 സെറ്റ് നമുക്ക് ML = +1 കിട്ടും, 3 സെറ്റ് 0 3 സെറ്റ് -നും കിട്ടും. അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നോക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ലൈൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 സെറ്റ് ലൈൻസ് ആണ് കിട്ടുക. അല്ലെങ്കിൽ ν0 സിമെട്രിക് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ലൈൻസ് ആണ് കിട്ടുക. ഇനി ഈ 2 ലൈൻസ് തമ്മിൽ എത്രമാത്രം സെപ്പറേറ്റഡ് ആയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഈ 2 ലൈനും കൂടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സി ഇത് രണ്ടും കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ 2 ലൈൻ എവിടെയാണെന്ന് നമുക്ക് മെഷർ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും സബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് EB / 4πm എന്നുള്ളൊരു ക്വാണ്ടിറ്റി കിട്ടും. അതിൽ നിന്ന് ബാക്കിയെല്ലാം നമുക്കറിയാവുന്നതാണ് B മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് മാഗ്നറ്റിക് ഫീൽഡാണ്? സോഴ്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. ആ ലൈറ്റ് റേഡിയേറ്റ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ സൺസ്പോട്ടിൻ്റെ കേസിലാണെങ്കിൽ സണ്ണിലിരിക്കുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം റേഡിയേറ്റ് ചെയ്യുന്ന ലൈറ്റാണ്. അപ്പോൾ ആ ലൈറ്റ് നമുക്ക് എർത്തിൽ റിസീവ് ചെയ്യാൻ പറ്റും. അത് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ സ്പെക്ട്രൽ എടുത്ത് നോക്കിയിട്ട് അതിന് സ്പ്ലിറ്റിംഗ് ഉണ്ടോ, എത്രമാത്രം സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ എത്രമാത്രം വൈഡായിട്ടാണ് അത് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഇത്രയും ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടുന്നത്. So the splitting of spectral lines by magnetic field is called Zeeman effect. Zeeman effect is a vivid confirmation of the space quantization. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്നുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് Zeeman effect എന്ന് പറയുന്നത്.